ദൈവത്തിന് സ്തുതി. പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, 2025 വർഷത്തിലെ വലിയ നോമ്പ് കാലത്തിന്റെ അവസാനത്തിലാണ് നാം ഓരോരുത്തരും. 40 ദിനരാത്രങ്ങളുടെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നോമ്പുകാലം അവസാനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കാൻ നാം മുന്നോട്ട് നീങ്ങുകയാണ്. എന്തിനാണ് നോമ്പെടുത്തിരിക്കുന്നത് എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ കരുതുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് വലിയ നോമ്പ് കാലം അർത്ഥപൂർണമായി തീരുന്നത്. ഞാനൊരു ചെറിയ കഥ ഓർക്കുകയാണ്. എല്ലാവരും കേട്ട് പഴകിയ ഒരു കഥ തന്നെയാണ്. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, അന്ധകാരം മാറി വെളിച്ചം വരുന്നത് എപ്പോഴാണെന്ന്. ഒരാൾ മറുപടി പറയുകയാണ്, പക്ഷികൾ ചലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ധകാരം മാറി വെളിച്ചം വന്നു എന്ന്. മറ്റൊരാൾ പറയുകയാണ്, ഒരു വൃക്ഷത്തെയും നാം നോക്കുമ്പോൾ ആ വൃക്ഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ അന്ധകാരം മാറി വെളിച്ചം വന്നു എന്ന്. എങ്കിൽ മൂവരിലൊരാൾ പറയുകയാണ്, അന്ധകാരം മാറി വെളിച്ചം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിയുമ്പോഴാണ്. യേശുവിൻ്റെ സഹോദരങ്ങളായ സുഹൃത്തുക്കളെ, ഈ വലിയ നോമ്പ് കാലത്തിലൂടെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയ കൽപ്പന ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പുതുക്കിക്കൊണ്ടിരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഈ വലിയ നോമ്പ് കഴിയുമ്പോൾ സാധിക്കണം. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതാണ് എൻ്റെ കൽപ്പന. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കാൽവരിയുടെ ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ വെച്ച സ്നേഹമാണ്. നമുക്ക് വേണ്ടി രക്തം വാർത്തൊഴുകിയ സ്നേഹമാണ്. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതാണ് എൻ്റെ കൽപ്പന. ഇതാണ് യഥാർത്ഥ സ്നേഹം. സഹോദരർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വെച്ച സ്നേഹമാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കാം, സ്നേഹത്തിൻ്റെ മക്കളായി തീരാം, സ്നേഹത്തിൻ്റെ സഹോദരങ്ങളായി തീരാം. പരസ്പരം സ്നേഹിക്കുന്നവരായി തീരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ വലിയ നോമ്പ് കാലം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.